ഡാനി, ഇപ്പോൾ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷോണ്, ഇന്നലെ നമ്മൾ ചില തെളിവുകളൊക്കെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് വീണ ഇൻവോയ്സ് പോലും ലഭിക്കുന്നതിന് മുൻപ് 45 ലക്ഷം രൂപ മുൻകൂറായി കൈപ്പറ്റി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കർത്തായിക്കെതിരെ ഇഡിയുടെ കൂടുതൽ കണ്ടെത്തലുകളുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണം, മൊഴിയുണ്ട് പിണറായി വിജയനെതിരെ. ഇനിയിപ്പോൾ അന്വേഷണം നേരെ പിണറായിയിലേക്കാകുമോ? ഇന്നലെ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത്. അല്ല, ഇത് അദ്ദേഹം ഓരോ കാലത്ത് ഓരോ ന്യായീകരണം ഇത്ര കാലം പറഞ്ഞുകൊണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇന്നലെ പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്, തന്നെ ലക്ഷ്യം വെച്ചാണ്. തീർച്ചയായിട്ടും പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയതും ഈ പരാതി മുമ്പോട്ടല്ല. വീണ വിജയനെ ജയിലിലാക്കാൻ വേണ്ടിയല്ല ഈ പരാതി നൽകിയത്. വീണ ഇതിനകത്തൊന്നുമല്ല, വീണ ഇതിനകത്തൊരു കക്ഷിയല്ല. പിണറായി വിജയൻ ഇന്നലത്തെ മൊഴി കൊണ്ട് തന്നെ എല്ലാവർക്കും ബോധ്യമായല്ലോ. പിണറായി വിജയന് വേണ്ടി കൊടുത്ത പണമാണ്, സേവനങ്ങൾ ലഭ്യമല്ല, ലഭിച്ചിട്ടില്ല എന്ന് പണം കൊടുത്തയാൾ പറഞ്ഞാൽ ഇനി ആരാ പറയേണ്ടത്? തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷണം ചെന്നെത്തേണ്ടത് പിണറായി വിജയനായിട്ട്, ശിക്ഷിക്കപ്പെടേണ്ടതും വീണയല്ല പിണറായി വിജയനാണ്. വീണ ഇതിനകത്തൊരു ഭാഗമായി എന്നത് മാത്രമേ ഉള്ളൂ. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അനധികൃതമായി നടത്തിയ ഇടപാടുകൾക്ക് കിട്ടിയ കൈക്കൂലിയാണ്. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇതിന്മേൽ ശക്തമായ നടപടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷോൺ ജോർജാണ് ഈ കേസിലെ പരാതിക്കാരൻ. ഷോണാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നന്ദി ഷോണ്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, അതായത് പിണറായി വിജയനിലെ കാര്യങ്ങളെത്തും, സംശയമില്ല. ഇന്നിപ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങളാണ്. അതിനൊപ്പമാണ് ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒപ്പം കർത്തായ്ക്കും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലല്ലോ. 15 വർഷത്തിനിടയിൽ 182 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ, ക്രമക്കേട് എന്ന് പറയുമ്പോൾ CMRലും ചോദ്യമുനയിലാണ്. ഈ പണമൊക്കെ ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ഇത് വാങ്ങിയ രാഷ്ട്രീയക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, CMRന് സഹായം നൽകിയവരൊക്കെ ഇഡിയുടെ റഡാറിലാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ചോദ്യം ചെയ്യൽ എന്ന് പറയുമ്പോൾ ഈ CMRL കേസിൻ്റെ ഒരു മാനം തന്നെ മാറുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.